സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സെല ലേണിംഗ്. അനകാംസാണ് മക്കളെ. നമ്മൾ ഓണം എക്സാം ഇങ്ങ് എത്തിപ്പോയി. പരീക്ഷയ്ക്ക് വരുന്ന എണ്ണം പറഞ്ഞ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വേഗം പോകുന്നോളൂ, നമുക്ക് അടിപൊളിയായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വേഗം ഡിസ്കസ് ചെയ്യാം. റെഡി അല്ലേ? ഓക്കെ മക്കളെ, നമുക്ക് വരുന്ന പരീക്ഷയ്ക്ക് വരുന്ന സ്ഥിരമായിട്ടുള്ളൊരു ചോദ്യമാണ് നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത്. 3 ഒബ്ജക്റ്റീവാണ് നമ്മുടെ നെഹ്റുവിൻ്റെ ഫോറിൻ പോളിസിക്കുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കിയാലോ? സെറ്റ് അല്ലേ? ഒന്നാമത് ഏതാണ്? നോൺ അലൈൻമെന്റ്. എന്താണ് നോൺ അലൈൻമെന്റ്? രണ്ടാമത്തതോ ആന്റി കൊളോണിയലിസം ആൻഡ് ആന്റി ഇംപീരിയലിസം. മൂന്നാമത്തത് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, സമാധാനപരമായ സഹവർത്തിത്വം. ഇത് മൂന്നും നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് നോക്കാം അല്ലേ? റെഡി അല്ലേ? എന്താണ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത്? മക്കളെ, നെഹ്റു സ്വീകരിച്ച ഒരു ഫോറിൻ പോളിസിയാണ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ ആ ഒരു സമയത്ത്, കിട്ടിക്കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മളെ ലോകത്ത് ആ ഒരു സമയത്ത് കോൾഡ് വാർ നടക്കുകയായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു? US-ഉം USSR-ഉം. പല രാജ്യങ്ങളും സ്വാതന്ത്ര്യം കിട്ടിയ പല രാജ്യങ്ങളും എന്ത് ചെയ്തു? ഒന്നെങ്കിൽ US-ന്റെ കൂടെയോ അല്ലെങ്കിൽ USSR-ന്റെ കൂടെയോ ചേർന്നു. അതായിരുന്നു അവരുടെ ഫോറിൻ പോളിസി. പക്ഷെ ഇന്ത്യ US-ന്റെ കൂടെയും USSR-ന്റെ കൂടെയും ചേരാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്തത്. ഇന്ത്യയുടെ ആ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ നിലനിന്ന് പോകണം. അതേപോലെ തന്നെ നമുക്ക് സമാധാനം നമ്മളെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. സൊവേണിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇതൊക്കെയായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തെ തുടർന്നാണ് ഇന്ത്യ നോൺ അലൈൻമെന്റ്, ചേരാ നയം എന്ന് പറയുന്ന ഒരു ഫോറിൻ പോളിസി എന്ത് ചെയ്തത്? ഇന്ത്യ സ്വീകരിച്ചത്. അതായത് നമ്മളെ മേജർ പവർ ബ്ലോക്സ് എന്ത് ചെയ്യുക? മാറി നിൽക്കുക. അവരെ കൂടെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്ത് മുന്നോട്ട് പോവുക എന്ന അർത്ഥത്തിലല്ല, അവരിൽ നിന്ന് മാറി നിൽക്കുക. അതേപോലെ തന്നെ കോൾഡ് വാറിന് ഒരു ഷെയ്ഡ് പോലും നമ്മളിലേക്ക് എത്താതെ മാറി നിൽക്കുക. അത് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുക, അല്ലെങ്കിൽ യുദ്ധം നടക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ലോകത്ത് നടക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുക എന്ന ലക്ഷ്യമല്ല ഇന്ത്യയുടെ നോൺ അലൈൻമെന്റ് എന്ന് പറയുന്ന പോളിസിക്കുള്ളത്. ഇന്ത്യ പറയുന്നത്, ഇന്ത്യ ആ സമയത്ത് യുദ്ധം വേണ്ട എന്ന് പറയുകയും യുദ്ധം മൂലം ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ട ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സപ്പോർട്ട് ചെയ്യാനും ഇന്ത്യ ശ്രമിക്കുകയും സഹായിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ യുദ്ധം വരുമ്പോഴത്തേ അവിടുന്ന് പേടിച്ച് മാറി നിൽക്കുന്ന രീതിയല്ല ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ ഒരിക്കലും അതിന്റെ ഭാഗമാവുകയും ചെയ്യില്ല. ഭാഗമായ ആളുകൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ, നന്നായി നിങ്ങൾ അനുഭവിച്ചോ എന്നുള്ള രീതിയിലല്ല ഇന്ത്യ മുന്നോട്ട് പോയത്. അവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താനായിരുന്നു ഇന്ത്യ ശ്രമിച്ചിരുന്നത്. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി നോ വാർ എന്നൊരു മെസ്സേജ് ആയിരുന്നു ഇന്ത്യ നാട്ടുകാർക്ക്, അതായത് ലോകത്തോടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തത് ആന്റി കൊളോണിയലിസവും ആന്റി ഇംപീരിയലിസവും ആണ് മക്കളെ. നെഹ്റുവിൻ്റെ പോളിസിയിൽ പറയുന്നത്, നമുക്കറിയാം ഒരു ലിബറേഷൻ മൂവ്മെന്റിന്റെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. ഡീകോളനൈസേഷൻ്റെ എഫേർട്സ് വേൾഡ് വൈഡ് റിഫ്ലക്റ്റിംഗ് ഇന്ത്യാസ് ഓൺ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ്. നമ്മൾ പലപ്പോഴും ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് പറയുന്ന സമയത്ത്, ഇത്രത്തോളം കാലത്തോളം ഒരു ജനാധിപത്യ രാജ്യമായി മുന്നോട്ട് പോകുമെന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ആണ് ഫോം ചെയ്തതെന്ന് പറഞ്ഞ സമയത്ത് പല ആളുകളും അധിക കാലത്തോളം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞപ്പോഴും ഇന്ത്യക്ക് പറയാനൊരു ലെഗസി ഉണ്ടായിരുന്നു മക്കളെ. അതാണ് നാഷണൽ മൂവ്മെന്റിലെ ലെഗസി. അത്രത്തോളം എഫേർട്ട് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഇന്ത്യയും ആഫ്രിക്കയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങൾ സ്വാതന്ത്ര്യം ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇവർ എന്തിനെതിരായിരുന്നു? കൊളോണിയലിസത്തിനെതിരായിരുന്നു, ഇമ്പീരിയലിസത്തിനെതിരായിരുന്നു. ഇനി ഒരിക്കലും നമ്മൾ അവരുടെ മുമ്പിൽ അടിയറവ് പറയരുത്, അല്ലെങ്കിൽ അവരുടെ അണ്ടറിൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകരുത് എന്നൊരു ലക്ഷ്യം വെച്ചിട്ടായിരുന്നു ഇവർ മുന്നോട്ട് പോയത്. അത്രത്തോളം എഫേർട്ട് എടുത്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യമായതിനാൽ അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെല്ലാവരും ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ളത്. അതുകൂടെ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ആഡ് ചെയ്യാം. അടുത്തത് സമാധാനപരമായ സഹവർത്തിത്വ. സമാധാനത്തിലൂടെ ജീവിക്കാൻ ആഗ്രഹമില്ലാതെ എത്ര ആളുകൾ ഉണ്ടാവും നമ്മുടെ ലോകത്ത് മക്കളെ? ആരും ഉണ്ടാവില്ല. എല്ലാവർക്കും വേണ്ടത് മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? സമാധാനപരമായ സഹവർത്തിത്വം. അതുകൊണ്ടാണ് ഇന്ത്യ ചൈനീസ് പ്രീമിയർ ആയ സോ എലായുമായിട്ട് എന്തിൽ ഒപ്പുവെച്ചത്? പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത്. അതിൽ പറയുന്ന ഒന്നായിരുന്നു പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത്, സമാധാനപരമായ സഹവർത്തിത്വം. എന്നിട്ടെന്താ? സമാധാനം ഇല്ല. ഇന്ത്യ അവരെ വിശ്വസിക്കുകയും, പക്ഷെ 1962 നമ്മളെ വന്ന് അവരെന്ത് ചെയ്തു? അറ്റാക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയെ പല ആളുകളും ക്രിട്ടിസൈസ് ചെയ്ത ഒരു സമയമായിരുന്നു. നമ്മൾ നല്ലത് ചെയ്താൽ നമുക്ക് ദോഷം കിട്ടുന്ന ഒരു സമയം കൂടിയായിരുന്നു അന്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ലേ? ഇനി നമുക്ക് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്
എപ്പോഴും നെഹ്റു ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനായിരുന്നു? നെഹ്റു ആരാ നമുക്കറിയില്ല, നമ്മുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. നമ്മുടെ ഇന്റർനാഷണൽ പീസിന്, അന്താരാഷ്ട്ര സമാധാനത്തിന്, സഹകരണത്തിനൊക്കെ ആയിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. അത് കൃത്യമായിട്ട് നമുക്ക് എവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു? അതായത് മിസ് പറഞ്ഞ ഉദാഹരണം പഞ്ചശീൽ അഗ്രിമെന്റ്, അതിനൊരു ഉദാഹരണം. എത്രത്തോളം നെഹ്റു സമാധാനത്തിന്, ഇന്റർനാഷണൽ പീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു എന്നുള്ളത് നമുക്ക് ചൈനയുമായി നടന്ന പഞ്ചശീൽ അഗ്രിമെന്റിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഇന്റർനാഷണൽ പീസിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അവിടെയും എന്ത് ചെയ്യാൻ പറ്റും? കൃത്യമായിട്ട് കാണാൻ സാധിക്കും അല്ലേ? നമുക്ക് ഇന്റർനാഷണൽ പീസിനും സെക്യൂരിറ്റിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഒരു ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഏത് ആർട്ടിക്കിളാന്നുള്ളത് എൻ്റെ മക്കളൊന്ന് കമന്റ് ചെയ്യുക, മിസ് പഠിപ്പിച്ചു തന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1977 നമുക്ക് ജനതാ ഗവൺമെന്റ് വന്നതെന്ന് അറിയാലോ. ഇതൊരു എക്സ്പെരിമെന്റ് ഗവൺമെന്റ് നമുക്ക് പറയാം അല്ലെ. ഇവർക്ക് അധിക കാലത്തോളം ഒരു ലൈഫോ കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ജനതാ ഗവൺമെന്റ് ഫെയിൽ ആയി പോയത്? മക്കളെ, ജനതാ ഗവൺമെന്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ എമർജൻസിയിലേക്ക് പോവുകയാണെങ്കിൽ, എമർജൻസിയുടെ സമയത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായി നിന്ന എല്ലാവരും കൂടെ ചേർന്ന് ഫോം ചെയ്തൊരു ഗവൺമെന്റ് ആണ്. സോ ഒരു പറ്റം ആളുകൾ, കോൺഗ്രസ് പാർട്ടിയാണ് ഇന്ദിരാഗാന്ധി, എന്നിട്ട് കൂടെ ഇന്ദിരാഗാന്ധിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് കോൺഗ്രസ് നേതാക്കൾ ഉണ്ടാവുകയും സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ ചേർന്ന് രൂപീകരിച്ച, ഇന്ദിരാഗാന്ധിക്കെതിരെ എതിരെ നിന്ന ആളുകൾ എല്ലാവരും ചേർന്ന് രൂപീകരിച്ച ഒരു പാർട്ടിയാണ് ജനതാ ഗവൺമെന്റ്. എന്നിട്ടും എന്തേ അതിന് ആയുസ് കുറഞ്ഞു പോയത്? എന്തായിരുന്നു കാരണമായി പറയുന്നത്? ലാക്ക് ഓഫ് യൂണിറ്റി. മക്കൾ, ആഗ്രഹം ഉണ്ടായാൽ പോരാ. ഞങ്ങൾക്ക് ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് എടുത്തു മാറ്റണം, ഞങ്ങൾക്ക് ഭരിക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടായാൽ മാത്രം പോരാ. അവിടെ എന്ത് കൂടെ വേണം? യൂണിറ്റി കൂടെ വേണം. യൂണിറ്റിലെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തത് എന്താണ്? യൂണിറ്റിയാണ്. പല ആളുകൾ ചേർന്ന് രൂപീകരിച്ച ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ അവിടെ ഐഡിയോളജികൾ വ്യത്യാസമായിരുന്നു മക്കളെ. പലതരത്തിലുള്ള ഐഡിയോളജിയിൽ നിന്ന് വന്ന ആളുകളായിരുന്നു. പല പാർട്ടികളും ഉണ്ടാകുമ്പോൾ പല ഐഡിയോളജികളും ആയിരിക്കും. അതേസമയം എന്തായിരുന്നു? കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലീഡർ ആവണം. അങ്ങനെ ഒരുപാട് ആളുകൾ തമ്മിൽ എന്ത് ചെയ്യുക, കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായതായി പറയുന്നുണ്ട്. പിന്നെന്താണ്? ഇൻഎഫക്റ്റീവ് ലീഡർഷിപ്പ്. ഇന്ദിരാഗാന്ധിനെ ക്രിട്ടിസൈസ് ചെയ്ത ആളുകളൊക്കെ ഇവിടെ ഒരു ലീഡർഷിപ്പ് ഇല്ല. ഇന്ദിരയുടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സമയത്ത്, ഇന്ദിരയുടെ ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ജനതാ പാർട്ടിയിൽ അങ്ങനെ പറയാൻ ഒരു വ്യക്തി പോലും മക്കളെ ഉണ്ടായിരുന്നില്ല. ഒരു ലീഡർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നാഥൻ ഇല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും? നമ്മളെ പോരാ. അതേപോലത്തെ അവസ്ഥയായിരുന്നു ഇന്ത്യ പറയാം. ഇപ്പൊ നമ്മൾ മൊറാർജി ദേശായിനെ കൊണ്ട് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിനും ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷനോ ഡയറക്ഷനോ പോളിസിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ദിരാഗാന്ധി എന്ത് കൊണ്ടുവന്നോ അത് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകുന്ന രീതിയിലല്ലാതെ സ്പെഷ്യലായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം ആ ഒരു ആഗ്രഹം ഇവർക്കാർക്കും ഉണ്ടായതായിട്ട് പറയുന്നില്ല മക്കളെ. പിന്നെ എന്താ? ഈഗോ ക്ലാഷസും പേഴ്സണൽ അംബീഷൻസ് നല്ലതാണ്. പക്ഷെ ഒരു രാജ്യത്തേക്ക് വരുമ്പോൾ, രാജ്യത്തെ ഭരണകാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലീഡർ ആവണം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ എന്ത് ചെയ്യുക, മത്സരം നടക്കുക. ആരൊക്കെ തമ്മിലാണ്? ചരൺ സിംഗ്, ജഗ്ജീവൻ റാം, അതേപോലെ തന്നെ അടൽ ബിഹാരി വാജ്പേയി. ഇവരൊക്കെ സ്ട്രോങ് പേഴ്സണാലിറ്റി. ഓഫ് കോഴ്സ് ഇവരൊക്കെ സ്ട്രോങ് പേഴ്സണാലിറ്റിയാണ്, അംബീഷ്യസ് ആണ്. ഇറ്റ്സ് ഗുഡ്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ ഒരു ലീഡർഷിപ്പിലേക്ക് വരുന്ന സമയത്ത് നമുക്കാവണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് ഒരു സ്റ്റെബിൾ അല്ലാത്തൊരു രീതിയിൽ എന്ത് ചെയ്യാണ്, മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതൊക്കെ ജനതാ പാർട്ടിയുടെ പരാജയത്തിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പോരെ, ഇനി കൂടുതൽ വേറെ എന്ത് വേണമല്ലേ പരാജയപ്പെടാൻ വേണ്ടിയിട്ട്. ആൻഡ് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാനും സെക്കൻഡ് 5 ഇയർ പ്ലാനും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട് അല്ലേ മക്കളെ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആയാലും സെക്കൻഡ് 5 ഇയർ പ്ലാൻ ആയാലും ഇവിടുന്നാണ് ഈ ഒരു 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഐഡിയ നമ്മൾ എടുത്തത്. ഇവിടുന്നായിരുന്നു USSR എന്നാണ് നമ്മൾ 5 ഇയർ പ്ലാൻ എന്ന് പറയുന്ന ഒരു ഐഡിയ എടുത്തത്. ഇനി നമുക്ക് നോക്കിയാലോ. യെസ്, ഫസ്റ്റ് 5 ഇയർ പ്ലാനിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് 1951 മുതൽ 56 വരെയാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു? അഗ്രികൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. ആരാണ് തയ്യാറാക്കിയത്? KN രാജാണ് തയ്യാറാക്കിയത്. ഇത് കൂടാതെ വേറെ എന്തിനൊക്കെ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇറിഗേഷൻ, പവർ പ്രൊജക്ട്, ഡാം കൺസ്ട്രക്ഷൻ, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. മെയിൻലി അവർ പബ്ലിക് സെക്ടറിനും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിനും ഒക്കെ ആയിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത്. ഇതാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. സെക്കൻഡ് 5, പിന്നെ അതേപോലെ ഫസ്റ്റ് 5
ഇയർ പ്ലാൻ ഹാസ്റ്റൺ സ്ലോലി പതുക്കെ പോയാൽ മതി എന്നുള്ളൊരു നയം ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ സെക്കൻഡ് 5 ഇയർ പ്ലാൻ 1956 മുതൽ 61 വരുന്ന സമയത്ത് ഇവിടെ PC മഹൽനോബിസ് ആണ് ഈ സെക്കൻഡ് 5 ഇയർ പ്ലാൻ തയ്യാറാക്കുന്നത്. ഇവരെ മോട്ടോ എന്ന് പറയുന്നത് റാപ്പിഡ് ഇൻഡസ്ട്രിയലൈസേഷൻ അതേപോലെ എക്കണോമിക് ഗ്രോത്ത് ആയിരുന്നു. ഇൻഡസ്ട്രിക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇത് കൂടാതെ മറ്റുള്ള സെക്ടർ നമ്മൾ സ്റ്റീല്, അയൺ, അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇമ്പോർട്ടൻസ് കൊടുത്തായിരുന്നു ഇവർ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത് മാത്രമല്ല എല്ലാം ചോദിക്കും കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. മക്കളെ, ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ അറിയാലോ. മിസ് നേരത്തെ പറഞ്ഞ ഒരു ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ് നമുക്ക് ഉണ്ടായ ആ ഇലക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അന്ന് പലരും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇന്ത്യയിൽ ഒരു ഇലക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അധികകാലം മുന്നോട്ട് പോകില്ല, സമ്പന്ന രാജ്യങ്ങളിൽ മാത്രമാണ് ഇലക്ഷൻ നടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ അന്ന് 14% ആളുകൾക്ക് പോലും വിദ്യാഭ്യാസമില്ല. അത്രയും ദരിദ്രമായ ഒരു രാജ്യത്ത് ഇലക്ഷൻ നടക്കുക. ഇലക്ഷൻ നടക്കുമോ? നടന്നു. അതും എന്താ, ഡെമോക്രാറ്റിക് ഫോം ഓഫ് ഗവൺമെന്റ്, ജനാധിപത്യ ഗവൺമെന്റ് ആണ്. എന്നിട്ടെന്തേ കുറച്ചു കാലമാണ് ഉണ്ടായത്? അല്ല, ഇപ്പൊ നമുക്ക് ഇത്രയും വർഷത്തോളം ഓഗസ്റ്റ് 15 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അടുത്തൊരു സ്വാതന്ത്ര്യ ദിനം കൂടി നമ്മൾ എന്ത് ചെയ്തു, സെലിബ്രേറ്റ് ചെയ്തു. ഇത്രയും വർഷത്തോളം നമുക്ക് എന്താണ്, ഒരു ജനാധിപത്യ രാജ്യത്തിലൂടെയാണ് ഇന്ത്യ മുന്നോട്ട് പോയത്. അങ്ങനെ ആ ഒരു ഇലക്ഷൻ എങ്ങനെ, ജനാധിപത്യ രാജ്യത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ അതിൽ എന്ത് നടക്കണം, ഒരു ഇലക്ഷൻ നടക്കണം. ജനാധിപത്യ പ്രക്രിയയിലേക്ക് വരണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇലക്ഷൻ എന്ന പ്രോസസ്സ് വേണ്ടേ? ആ ഒരു പ്രോസസ്സിലേക്ക് നമ്മൾ എത്തിയ സമയത്ത് എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്? ആദ്യമായിട്ട് ഇലക്ഷൻ നടത്തല്ലേ, എന്തൊക്കെ സ്റ്റെപ്പുകളാണ് നമ്മൾ എടുത്തത്? ഒന്നാമതായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക്. ആദ്യം നമ്മൾ രാജ്യത്തൊരു ഭരണഘടന ഉണ്ടാക്കി. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുകയും ഭരണഘടന നിർമ്മാണ സമിതി ഉണ്ടാക്കുകയും അതിൽ 8 അംഗ കമ്മിറ്റികൾ ഉണ്ടാവുകയും ഡോക്ടർ BR അംബേദ്കർ നേതൃത്വത്തിൽ ഡ്രാഫ്റ്റ് കമ്മിറ്റി വരികയും അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം 1949 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി എന്ത് ചെയ്യാണ്, നവംബർ 26 കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ എത്തി. അടുത്തത് ഇലക്ഷൻ കമ്മീഷനാണ് നമ്മുടെ രണ്ടാമത് ലക്ഷ്യം. ഇലക്ഷൻ നടത്താനായിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ബോഡി വേണം. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യാം, ജനങ്ങൾ ഇലക്ട് ചെയ്യുന്ന ആളല്ല, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. അങ്ങനെ 1950 ജനുവരി 25 അത്തരത്തിലൊരു ഇൻഡിപെൻഡന്റ് ബോഡി വന്നു. എന്തിനാണ്? ഇലക്ഷൻ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇലക്ടോറൽ പ്രോസസ്സ് നോക്കാനൊക്കെ വേണ്ടിയിട്ട്. അടുത്തത് ഡെലിമിനേഷൻ കോൺസ്റ്റിറ്റ്യുവൻസീസ്. ഡെലിമിനേഷൻ കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ആദ്യം ഒരു ഡെലിമിനേഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ ആണ് അപ്പോയിന്റ് ചെയ്യുന്നത്. നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് കൂടി ആലോചിച്ചതിന് ശേഷം, കൊളാബ് ചെയ്തതിനു ശേഷം ഒരു ഡെലിമിനേഷൻ കമ്മീഷന് കൊണ്ടുവന്നു. ഇവരാണ് ഓരോ നിയോജക മണ്ഡലങ്ങളും ആ നിയോജക മണ്ഡലത്തിൽ എത്ര വോട്ടേഴ്സ് ഉണ്ടെന്നും ഈക്വൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇലക്ടോറൽ റോള് തയ്യാറാക്കുകയാണ്. ആദ്യം നമ്മൾ ഇലക്ടോറൽ റോള് തയ്യാറാക്കിയ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ ഉണ്ടായി. കാരണം സ്ത്രീകളെ പേരൊന്നും ഇല്ലായിരുന്നു, ഇന്ന ആളെ ഭാര്യ, ഇന്ന ആളെ മോഡെന്നൊക്കെ ആയിരുന്നു കൊടുത്തത്. അപ്പൊ അതിലൂടെ നമുക്കൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയിലാണെന്ന് മനസ്സിലാവുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായത്. അപ്പൊ അതൊക്കെ മാറ്റി വീണ്ടും ഇലക്ടോറൽ റോൾ എന്ത് ചെയ്തു, തയ്യാറാക്കി കംപ്ലീറ്റ് ഇൻഫർമേഷൻ വെച്ച്. പിന്നെ നോമിനേഷൻ പട്ടിക കൊടുക്കുകയും കാൻഡിഡേറ്റ്സ് നോമിനേഷൻ ഫില്ല് ചെയ്യുകയും അതൊക്കെ എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയം. അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് പോളിംഗ് നടത്തി, വോട്ട് കൗണ്ട് ചെയ്തു, ഇലക്ഷൻ റിസൾട്ട് അനൗൺസ് ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ഇത് നമ്മുടെ ഫസ്റ്റ് ഇലക്ഷൻ നടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മൾ എടുത്ത സ്റ്റെപ്പുകളാണ് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയില്ലേ മക്കളെ? സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. 1971 നമുക്കറിയാം ബംഗ്ലാദേശ് വാർ നടന്നത്. അതിന്റെ സർക്കംസ്റ്റാൻസസ് എന്തായിരുന്നു? എന്താണ് ബംഗ്ലാദേശ് വാർ? എങ്ങനെയാണ് ബംഗ്ലാദേശ് വാർ ഉണ്ടായത്? അതിനുശേഷം എങ്ങനെയാണ് സിറ്റുവേഷനിലേക്ക്, എന്തൊക്കെ സിറ്റുവേഷൻ ആണ് നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നെന്ന് ചോദിക്കുന്നത്. മക്കളെ, ബംഗ്ലാദേശ് എന്ന് പറയുന്നത് പണ്ട് ഈസ്റ്റ് പാകിസ്ഥാനാണ്. അത് ഇന്ത്യയിൽ എവിടെയും മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ ഇല്ലാത്തതുകൊണ്ട് 2 പാകിസ്ഥാൻ രൂപീകരിക്കുന്നു, വെസ്റ്റ് പാകിസ്ഥാനും ഈസ്റ്റ് പാകിസ്ഥാനും. അങ്ങനെ ഈ 2 സ്ഥലങ്ങളിലും ഇലക്ഷൻ നടക്കുന്നു. ഈസ്റ്റ് പാകിസ്ഥാനിൽ വിജയിച്ചത് അവാമി ലീഗിലെ നമ്മുടെ ഷെയ്ഖ് മുജീബുർ റഹ്മാനാണ്. പക്ഷെ നമ്മുടെ പാകിസ്ഥാൻ മിലിറ്ററി അതിനെന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നില്ല. ഇദ്ദേഹത്തിനെ പിടിച്ച് ജയിലിൽ ഇടുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഒരുപാട് എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, എവിടെ നടക്കുന്നു, നമ്മുടെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നടക്കുന്നു. അവര് സാമ്പത്തികപരമായുള്ള കാര്യങ്ങളൊന്നും ഇവർ ഫോക്കസ് ചെയ്യുന്നില്ല. എപ്പോഴും വെസ്റ്റ് പാകിസ്ഥാനെ മാത്രമേ ആര് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, ഈ പാകിസ്ഥാനികളൊക്കെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഈസ്റ്റ് പാകിസ്ഥാനിലെ ആളുകൾക്കൊന്നും അവർക്ക് ഇങ്ങനെ ഉറുദു ലാംഗ്വേജ് ഇവരെ മേലിങ്ങനെ അടിച്ചമർത്തൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഒരുപാട് നമ്മുടെ എന്താ പറയാ
പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുന്നു. അതിനൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ മിലിറ്ററി ഓപ്പറേഷൻ സെർച്ച് ലൈറ്റ് 1971 മാർച്ചിൽ അനൗൺസ് ചെയ്യുന്നു. അതിൽ ഒരുപാട് തൗസൻഡ്സ് ഓഫ് ആളുകളെ കൊല്ലുന്നു. കുറേ ആളുകൾ ഇന്ത്യയിലേക്ക് റെഫ്യൂജീസ് ആയിട്ട് അഭയാർത്ഥികളായിട്ട് കടന്നു പോകുന്നു. അങ്ങനെ ഇന്ത്യയിലേക്ക് പോയ സമയത്ത് ഇന്ത്യ എന്ത് ചെയ്യാണ്, അവരെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇവർക്ക് എന്താണ്, ഒരു ബംഗാളി കൾച്ചർ വേണം, അല്ലെങ്കിൽ ബംഗാളി വേണം, ഒരു ബംഗാളായിട്ടും ബംഗാൾ ഭാഷ സംസാരിക്കുന്ന ഒരു സംസ്ഥാനമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു കൺട്രി ആണെന്ന് പറഞ്ഞിട്ടുള്ള പ്രൊട്ടസ്റ്റുകളും കാര്യങ്ങളും നടക്കുന്നു. അങ്ങനെ ഇന്ത്യൻ മിലിറ്ററി ഇവരെ സപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാൻ അവസാനം പരാജയപ്പെടുത്തുന്നു. പിന്നെ നാഷണലിസ്റ്റ് മൂവ്മെന്റ് പറയുകയാണെങ്കിൽ ബംഗാളി നാഷണൽ സെന്റിമെന്റ്സ് എന്ത് ചെയ്തിരുന്നു, അത് സ്പ്രെഡ് ആവുന്നു. അവരുടെ കൾച്ചർ, അവരുടെ ലിംഗ്വിസ്റ്റിക് ഡിഫറൻസസ് ഇതൊക്കെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഫുൾ ചെയ്തിട്ടുള്ള നമ്മൾ ഫ്യൂൽ ചെയ്യാന്നറിയില്ല, ആ രീതിയിലായിരുന്നു ഈ ഒരു മൂവ്മെന്റും കാര്യങ്ങളും നടന്നത്. അറ്റ് ലാസ്റ്റ് ഇതിന്റെ കോൺസിക്വൻസസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെ ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. 1971 ഡിസംബർ 16 ഇവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ദെൻ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്ന് പറയുകയാണെങ്കിൽ മില്യൺസ് ഓഫ് റെഫ്യൂജീസ്, ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിരുന്നു, ഈ ഒരു പ്രശ്നത്തെ തുടർന്ന്, വാറിനെ തുടർന്ന് മരണപ്പെട്ടു. കുറെ ആളുകൾ സ്ഥാനം മാറി എവിടേക്കോ പോയി അസുഖങ്ങൾ വന്നു, ക്ഷാമം വന്നു. ഡിപ്ലോമാറ്റിക് ഫെലൗട്ട്സിൽ പറയുന്നത് പാകിസ്ഥാൻ റിലേഷൻ വിത്ത് ഇന്ത്യ ആൻഡ് ദ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി, അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഓൾറെഡി ഉണ്ട്, അതിലൊരു പൊന്തൂവലും കൂടെ ആ ഒരു രീതിയിലേക്ക് വന്നു. പാകിസ്ഥാൻ മിലിറ്ററിനെ സറൗണ്ട്, അതായത് മീൻസ് എന്താ നമ്മൾ പറയാ, പാകിസ്ഥാൻ മിലിറ്ററിനെ സോൾജേഴ്സിനെ സറണ്ടർ ചെയ്തത്, അതായത് ക്യാപ്ചർ ചെയ്തത്, അടിച്ചമർത്തി എന്നല്ല നമ്മൾ പറയാം, പിടിച്ചെടുത്തു എന്നാണ് പറഞ്ഞത്. പിടിച്ചെടുത്തു. പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈസ്റ്റ് പാകിസ്ഥാൻ ആയിരുന്ന ഒരു രാജ്യം എന്ത് ചെയ്യാണ്, അത് പുതിയൊരു രാജ്യമായി മാറുന്നു. ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യമായി മാറുന്നു. അവർക്ക് സ്വന്തമായിട്ടൊരു ഗവൺമെന്റ്, എക്കോണമി, ഇന്റർനാഷണൽ റിലേഷൻ, ഈ ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യാണ്, അവർ എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഫൈനൽ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മക്കളെ. 1960 നമ്മൾ ഫുഡ് ക്രൈസിസ് ഫേസ് ചെയ്തിരുന്നു. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട്, ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതിന്റെ മെറിറ്റ് എന്താ, ഡിമെറിറ്റ് എന്താ? നമുക്ക് 1960 ഫുഡ് ക്രൈസിസ് ഉണ്ടായപ്പം അത് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാം കൊണ്ടുവന്നത്. ഗ്രീൻ റെവല്യൂഷൻ കാരണം നമുക്ക് അതിന്റെ ലക്ഷ്യം എന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, ഹൈൽഡിങ് വെറൈറ്റീസ് ഓഫ്, വീറ്റിലായാലും റൈസിലായാലും ഹൈൽഡിങ് വെറൈറ്റീസ് ഓഫ് സീഡ്സ് വന്നു. വാട്ടർ മാനേജ്മെന്റ്, ഇറിഗേഷൻ, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ് വന്നു. നമ്മുടെ ടെക്നോളജി ഒക്കെ ഒന്നുകൂടെ മെക്കനൈസേഷൻ, അതായത് നമ്മളിപ്പം ഇൻഡസ്ട്രിയലൈസേഷൻ ചെയ്യാന്ന് പറയുന്നത്, കലപ്പക്ക് പകരം നമ്മൾ ട്രാക്ടർ ഉപയോഗിക്കുന്ന ആ രീതിയിലേക്കൊക്കെ വന്നു. ഇതിന്റെ മെറിറ്റും ഡിമെറിറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഗ്രീൻ റെവല്യൂഷന്റെ മെറിറ്റും ഡിമെറിറ്റും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. മെറിറ്റിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഫുഡ് പ്രൊഡക്ഷൻ എന്ത് ചെയ്തു, കൂട്ടാൻ വേണ്ടി സാധിച്ചു. അതേപോലെ പലപ്പോഴും നമ്മൾ അന്യ സംസ്ഥാനങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത രീതിയിലായിരുന്നു ഉണ്ടായത്, അതൊക്കെ മാറി. ഇതിന് നെഗറ്റീവ് നമ്മൾ ചോദിക്കാൻ, ഡിപ്പെൻഡ് ചെയ്ത ആളുകൾ നമ്മൾ പിന്നെ അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന രീതിയിലേക്ക് വന്നു. ഇതിന് നെഗറ്റീവ് ആസ്പെക്റ്റ് ചോദിക്കുകയാണെങ്കിൽ എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ, കാരണം ഒരുപാട് ഫെർട്ടിലൈസേഴ്സ്, പിന്നെ നമ്മൾ പെസ്റ്റിസൈഡ്സ് ഒക്കെ യൂസ് ചെയ്ത് സോയിൽ എന്ത് ചെയ്തു, ഡീഗ്രഡേഷൻ സംഭവിക്കുന്നു, വാട്ടർ പൊല്യൂട്ടഡ് ആയിപ്പോയി. പിന്നെ ഡിസ്പാരിറ്റീസ് ഓഫ് ബെനിഫിറ്റ്, അതായത് ഇതിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ. സമ്പന്നര് വീണ്ടും സമ്പന്നരാവുക, ഒരു മാർജിനലൈസ് ചെയ്ത വിഭാഗം വീണ്ടും എന്ത് ചെയ്യാണ്, അവർ അവിടെ തന്നെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ്. ഒരുപാട് ഇന്നിക്വാലിറ്റീസ് എന്ത് ചെയ്യുക, കൊണ്ടുവരില്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഗുണങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ മക്കളെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം ചെയ്തട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതേപോലെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലോട്ട്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് ഡിയേഴ്സ്.